വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ ഹർജിയിലെ വാദം ഇന്നും തുടരും. അതിനിടയ്ക്ക് വനിതാ ഡോക്ടറുടെ അഭിഭാഷക വേടൻ മറ്റ് 2 യുവതികളെ കൂടി പീഡിപ്പിച്ചെന്നുള്ള പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പരാതിക്കാരി സ്വന്തം കേസിന്റെ കാര്യമാണ് ബോധിപ്പിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞു. ഓരോ കേസിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. കോടതി മുമ്പാകെ വരുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെന്നും കോടതി പറഞ്ഞു. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. വേടൻ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണെന്നുള്ള വാദം ഹർജിക്കാരി ആവർത്തിച്ചു. പണ്ട് മീറ്റു ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോൾ വേടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി ക്ഷമാപണം നടത്തിയിരുന്നു. സ്ത്രീകളെ വെറും ഉപകരണങ്ങൾ, സ്വയം സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ഉപകരണങ്ങൾ മാത്രമായിട്ടാണ് വേടൻ കാണുന്നതെന്നും ഹർജിക്കാരി പറഞ്ഞു. മറ്റ് സ്ത്രീകളുമായി ഇടപഴകാൻ സമ്മതിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് വേടൻ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് ഹർജിക്കാരി പറയുന്നത്. അതുമാത്രമല്ല, മറ്റു സ്ത്രീകൾ വേടനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി കൂടി കോടതി പരിഗണിക്കണം എന്നുകൂടി ഹർജിക്കാരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേടൻ ഫാൻസിൽ നിന്ന് വധഭീഷണി നേരിടുന്നുണ്ട് എന്നും ഹർജിക്കാരി പറയുന്നു. എന്നാൽ പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇതൊക്കെ മുൻനിർത്തിയാണ് പല വാദങ്ങളും ഉന്നയിക്കുന്നതെന്ന് കോടതി പറഞ്ഞു. ഇത്തരം വാദങ്ങളൊക്കെ ആർക്കും പറയാം. സമൂഹ മാധ്യമങ്ങളിൽ ആർക്കും പോസ്റ്റ് ഇടാം. അതൊന്നും ആധികാരിക രേഖയില്ലെന്ന് കോടതി പറഞ്ഞു. മറ്റ് യുവതികൾ നൽകിയ പരാതിയിൽ FIR രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും കോടതി അന്വേഷിച്ചു. പിന്നെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ക്രിമിനൽ പ്രോസിക്യൂഷനിൽ ഇടപെടാനാകുക ഹർജിക്കാർ ഉന്നയിക്കുന്നത് പോലെ, അങ്ങനെയും കോടതി ചോദിച്ചിട്ടുണ്ട്.